ഭരണപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമാക്കുന്നത് മുന്നണി മര്യാദകളുടെ ലംഘനമെന്ന് കോടിയേരി. കാനത്തെ ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ സർക്കാരിനെ സഹായിക്കുകയാണ് CPIM ചെയ്തതെന്നും ജിഷ്ണു കേസിൽ സർക്കാരിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. വിശദാംശങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, എന്തൊക്കെ കാര്യങ്ങളാണ് കോടിയേരി വ്യക്തമാക്കിയത്? പ്രതീക്ഷ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനങ്ങൾക്ക് എണ്ണി മറുപടി പറഞ്ഞാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയത്. നിരവധിയായ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിൽ നടപ്പിലാക്കിയ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാനത്തെ പ്രതിപക്ഷവും ശ്രമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഘടകകക്ഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് കോടിയേരി പറഞ്ഞു. നയപരമായ വിഷയങ്ങളിലും രാഷ്ട്രീയപരമായ വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ വിവിധ പാർട്ടികൾക്ക് അവകാശമുണ്ട്. എന്നാൽ ഭരണപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഭരണ നടപടികളെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കാനം കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനങ്ങൾ പ്രതിപക്ഷം പോലും ആയുധമാക്കി എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഒരു നടപടി സ്വീകരിക്കുന്നത് ശരിയല്ല എന്നും കോടിയേരി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ഐക്യം വളരെ ശക്തിപ്പെടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് LDF-നകത്തും അതുപോലെ തന്നെ മന്ത്രിസഭക്കകത്തുമെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതാണ് എന്നും കോടിയേരി വ്യക്തമാക്കി. കാനം രാജേന്ദ്രൻ ഉന്നയിച്ച വിമർശനങ്ങൾ നിലമ്പൂരിലെ വെടിവെപ്പ്, അതുപോലെ തന്നെ UAPA വിഷയം, വിവരാവകാശം, ജിഷ്ണു കേസ്, വർഗീസ് കേസിലെ സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് എണ്ണിയാണ് കോടിയേരി ബാലകൃഷ്ണൻ കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുന്നത്. പ്രതീഷ്. ശരി കുട്ടൻ. ഭരണപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമാക്കുന്നത് മുന്നണി മര്യാദകളുടെ ലംഘനമെന്ന് കോടിയേരി. ശത്രുക്കൾക്ക് മുതലെടുക്കുന്ന സാഹചര്യം ഘടകകക്ഷികൾ ഉണ്ടാക്കരുത്. കാനത്തെ ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്നും കോടിയേരി കോഴിക്കോട് പറഞ്ഞു. യോജിച്ച നിലപാടാണ് മുന്നണിക്കകത്തുള്ളത്. എന്നാൽ വ്യത്യസ്തതയാണെന്ന് ഒരു ചിത്രീകരണം ഉണ്ടാക്കുന്നത് അത് മുന്നണിയുടെ പ്രതിച്ഛായ അത് തകർക്കുകയാണ് ചെയ്യുക. വ്യക്തമായിട്ട് മൂന്നാർ കാര്യത്തിൽ LDF എടുത്ത തീരുമാനവും ഗവൺമെൻറ് എടുത്ത തീരുമാനവും നടപ്പാക്കുകയാണ് വേണ്ടത്. ഭരണകാര്യങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ അവർക്ക് ഉണ്ടെങ്കിൽ അത് CPM-ന്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതും അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതുമായ സമീപനമാണ്. പ്രതികരണങ്ങളും എതിരഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചു പോകുന്നത് അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ പ്രതികൂലമായി ബാധിക്കും. ശത്രുവർഗത്തിന് ഒരവസരം കിട്ടുമെന്നുള്ള നിലയിലുള്ള ഒരു ഇതും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഈ കാര്യത്തിൽ CPM-ന്റെ നിലപാട്. മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള സബ് കളക്ടറുടെ നീക്കത്തിനൊപ്പമാണ് CPIM എന്ന് കോടിയേരി. പോലീസിനെ കൂട്ടിപ്പോയാൽ സംഘർഷം ഒഴിവാക്കാമായിരുന്നുവെന്നും കോടിയേരി വ്യക്തമാക്കി. ഇപ്പോൾ അവിടെ കുറേ എക്സ് മിലിറ്ററിക്കാരെ ചേർത്ത് ഒരു സംരക്ഷണ സേന ഉണ്ടാക്കിയതായിട്ടാണ് അറിയുന്നത്. ആ സംരക്ഷണ സേനയും കൊണ്ടാണ് ഈ സബ് കളക്ടർ അവിടെ പോയത്. അവരുമായിട്ടാണ് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ സംഘർഷം ഏർപ്പെടുന്ന അവസ്ഥയുണ്ടായത്. അത് നിയമാനുസൃതമായി തന്നെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുകയാണ് അവിടെ വേണ്ടത്. സബ് കളക്ടർ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പോലീസിനെ മുൻകൂട്ടി അറിയിച്ച് പോലീസ് പാർട്ടിയോട് കൂടി പോയി ഇടപെട്ടാൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ജിഷ്ണു കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച നടപടി ഹൈക്കോടതി പുനഃപരിശോധിക്കണമെന്നും ജിഷ്ണു കേസിൽ സർക്കാരിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കേരളത്തിലൊരു സർക്കാർ ആദ്യമായിട്ടാണ് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്വാശ്രയ മാനേജ്മെൻറ്റിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായത്. ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ജിഷ്ണുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഗവൺമെൻറ് നില ഉറപ്പിച്ചത്. സാധ്യമാകുന്ന എല്ലാ സഹായവും ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കണം എന്ന ആത്മാർത്ഥമായ നിലപാടാണ് ഗവൺമെൻറ് ആ പ്രശ്നത്തിൽ സ്വീകരിച്ച സമീപനം. ഹൈക്കോടതി ജാമ്യം കൊടുത്തതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുന്ന സമീപനം എടുക്കുന്നത് അത് വസ്തുതകൾ ശരിയായ നിലയിൽ മനസ്സിലാക്കാതെയുള്ള ഒരു വിമർശനമാണ്. ഇപ്പോൾ ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം
റെഡി. 11 മാസക്കാലത്തെ ഇടതുമുന്നണി ഭരണം ഒരു പൂർണ്ണ പരാജയമാണ് എന്ന് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമില്ല. സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണത്തിൻ്റെ കെടുതിയിൽ നിന്ന് കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ തന്നെ പരസ്യമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പരസ്പരം പത്രസമ്മേളനങ്ങൾ നടത്തി ഈ വസ്തുതകൾ പരസ്പരം ആരോപിക്കുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ഇവിടെ കോടിയേരിയുടെ പത്രസമ്മേളനത്തോടുകൂടി ഇടതുമുന്നണിയിലെ കലഹം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇടതുമുന്നണി ഇപ്പോൾ ഒരു കലഹ മുന്നണിയായിട്ടാണ് മാറിയിട്ടുള്ളത്. ഭരണം തുടങ്ങി 11 മാസം എത്തുന്നതിന് മുമ്പ് തന്നെ ഒന്നാമത്തെ കക്ഷിയും രണ്ടാമത്തെ കക്ഷിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയാണ്. പരസ്പരം ചെളിവാരി എറിയുന്നു. പക്ഷെ ഇതിനെ പ്രതിപക്ഷത്തിൻ്റെ തലയിൽ ചാരി രക്ഷപ്പെടാമെന്ന് നോക്കണ്ട. ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണപരാജയങ്ങളെ സംബന്ധിച്ച് അസംബ്ലിക്കകത്തും പുറത്തും ശക്തമായി തന്നെ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ വസ്തുതകൾ പരിശോധിക്കുന്നതിന് പകരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വേട്ടയാടുന്ന CPM സമീപനം ഒട്ടും ശരിയല്ല. ഭരണരംഗത്ത് പരാജയമുണ്ടെങ്കിൽ ആ പരാജയം തിരുത്താൻ ബാധ്യസ്ഥനായ പാർട്ടി സെക്രട്ടറി തന്നെ ഭരണത്തിന് പൂർണ്ണ ഓശാന പാടുന്ന സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭരണപരാജയങ്ങളെ സംബന്ധിച്ച് CPI പറയുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. CPI അത് ഉന്നയിച്ചതിനകത്ത് ഞാൻ തെറ്റ് കാണുന്നില്ല. ഉന്നയിച്ച വിഷയങ്ങളോടുള്ള സമീപനമാണ് പ്രശ്നം. ഇവിടെ 11 മാസക്കാലമായും ഭരണരംഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായ തെറ്റുകളും പരാജയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റാണോ? അത് മുന്നണിക്കകത്തുള്ളവർ ചൂണ്ടിക്കാണിച്ചാലും പുറത്തുള്ളവർ ചൂണ്ടിക്കാണിച്ചാലും തെറ്റല്ലേ? ആ തെറ്റുകളെ മറച്ചു പിടിക്കാൻ കഴിയുമോ? അപ്പോൾ ഭരിക്കുന്നൊരു പാർട്ടി എന്നുള്ള നിലയിൽ, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ CPM ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടത്. അവർ ആ തെറ്റുകൾ തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഭരണവൈകല്യങ്ങളും തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നവരുടെ വായടയ്ക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അപലപനീയമാണ്. വേനൽ കടുത്തതോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി. പുതിയ പദ്ധതികൾ പ്രകാരം കുളങ്ങൾ നിർമ്മിച്ചെങ്കിലും വേണ്ടത്ര വെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതായതോടെ രോഗികളുടെ ദുരിതം ഇരട്ടിയായി. തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ പതിവുള്ള കുടിവെള്ളം മുടങ്ങലിന് പരിഹാരം കണ്ടെത്താൻ പുതിയ പദ്ധതികൾ രൂപീകരിച്ച കുളങ്ങൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കുളത്തിൽ വെള്ളം എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പരമ്പരാഗതമായി വെള്ളമെടുത്തിരുന്ന പല കുളങ്ങളും നാളുകൾക്ക് മുമ്പേ വറ്റി വരണ്ടിരുന്നു. വേനൽ കടുത്തതോടെ ശുദ്ധജലം പേരിന് പോലും കിട്ടാതെയായി. ഇല്ല, ഇവിടെ വെള്ളം കിട്ടുന്നില്ല. വളരെ ക്ഷാമമാണ്. രോഗികളെല്ലാം തോട്ടിൽ പോയിട്ടാണ് കുളിച്ചോണ്ടിരിക്കുന്നത്. ഇക്കൊല്ലം ചൂട് കനത്തതാണ് ജലലഭ്യതയിൽ കുറവ് വരുത്തിയത്. ആശുപത്രിയിൽ കുടിവെള്ളം പോലും ലഭ്യമാകാത്ത സ്ഥിതിയാണുള്ളത്. ഞങ്ങൾ ഓട്ടോക്കാരെ കൂടി മംഗലിയിൽ വെള്ളക്കുട വന്നിട്ട് രോഗികൾക്കൊക്കെ കൊടുത്തിരുന്നു. ഇപ്രാവശ്യം അതിനൊരു വെള്ളമില്ല വെക്കാനായിട്ട്. പ്രസവ വാർഡുകളിലും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളും വെള്ളം കിട്ടാതെ വലയുകയാണ്. ശുദ്ധജലമില്ലാത്തതിനാൽ അണുബാധ ഭീഷണിയും ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര സർക്കാർ നൽകിയ ജൻറം AC ബസ്സുകൾ ബാധിതയാകുമോ എന്ന ആശങ്കയിലാണ് KSRTC. അറ്റകുറ്റപ്പണികൾക്ക് ഇപ്പോഴും സ്വന്തം സംവിധാനമില്ലാത്തതിനാൽ ബസ്സുകൾ സർവീസ് നടത്താൻ കഴിയുന്നില്ല. സ്വകാര്യ ഏജൻസിക്ക് സർവീസ് ഇനത്തിൽ കുടിശ്ശിക ബാക്കിയുള്ളതിനാൽ അവരും മുഖം തിരിച്ചിരിക്കുകയാണ്. ജൻറം AC ബസ്സുകൾ കേരളത്തിലെത്തിയ നാൾ മുതൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങളും. 179 ബസ്സുകളിൽ പലതും ഇപ്പോഴും കട്ടപ്പുറത്ത് തന്നെയാണ്. വോൾവോ ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഒരു കേന്ദ്രം മാത്രം.
കുടിശ്ശിക ഉള്ളതിനാൽ സർവീസ് ചെയ്യാനാവില്ലെന്ന് അവർ അറിയിച്ചതോടെ കട്ടപ്പുറത്തായ ബസ്സുകളിൽ നിന്ന് ആവശ്യത്തിന് പാർട്സുകൾ ഊരി ഇനി ഊരാൻ ബോഡി മാത്രമായി. എന്നു മാത്രമല്ല, ബസ്സുകളിൽ നിന്ന് ഊരിയ ഭാഗങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്തു. KSRTCക്ക് ഇപ്പോൾ ആകെ 200ഓളം വോൾവോ ബസ്സുകളുണ്ട്. ഏഷ്യയിലെ തന്നെ മികച്ച തൊഴിലാളികളും അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. എങ്കിൽ പിന്നെ സ്വകാര്യ സർവീസ് സെന്ററുകളെ ആശ്രയിക്കാതെ KSRTCക്ക് വോൾവോ സർവീസ് ചെയ്യാനുള്ള സൗകര്യം സ്ഥാപിച്ചുകൂടെ എന്നാണ് ഉയരുന്ന ചോദ്യം. ഈ കാരണം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഇപ്പോൾ വിസ്ത എന്ന് പറയുന്ന സ്വകാര്യ ഏജൻസിക്ക് കൊടുക്കാൻ KSRTC ഇപ്പോൾ ബാധ്യസ്ഥരായിരിക്കുക. പൈസ കൊടുക്കാത്ത ഭീമമായ എമൗണ്ട് ഇങ്ങനെ പെൻഡിങ് കിടക്കുന്നതിൻ്റെ അവസരത്തിൽ വണ്ടികളുടെ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റാത്ത രീതിയിലാണ് ഈ ബസ്സുകൾ കിടക്കുന്നത്. 1 ലിറ്റർ ഡീസലിന് കഷ്ടിച്ച് 2 കിലോമീറ്റർ പോലും ഇന്ധനക്ഷമതയില്ലാത്ത വോൾവോ ബസ്സുകൾ പോകുന്ന പല ഷെഡ്യൂളുകളും നഷ്ടത്തിലാണ്. അതിനൊപ്പമാണ് മെയിന്റനൻസ് എന്ന കടമ്പ. ജനറൽ AC ബസ്സുകളുടെ സർവീസിന് വേണ്ടി, മെയിന്റനൻസിന് വേണ്ടി സ്വന്തമായി അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാതെ ഒരിക്കലും KSRTCക്ക് ഇത്തരം ബസ്സുകളുമായി മുന്നോട്ട് പോകാനാകില്ല. താമസിയാതെ മുടിയനായി പുത്രൻ എന്ന പേരായിരിക്കും KSRTCക്ക് ഇത്തരം വോൾവോ ബസ്സുകൾ നേടിക്കൊടുക്കാൻ പോകുന്നത്. KSRTC സ്റ്റാൻഡിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.